വെറുമൊരു ബിരുദമല്ല, മികച്ചൊരു കരിയർ. ആധുനിക സൗകര്യങ്ങളും സുരക്ഷിതമായ ഹോസ്റ്റലുകളും ഇവിടെ നിങ്ങൾക്കായി ഒരുങ്ങുന്നു. 2026-27 അഡ്മിഷനുകൾ ആരംഭിച്ചു. ഇന്ന് തന്നെ അപേക്ഷിക്കൂ. കൊടും ചൂടിലും തളരാതെ കൃഷിയെ ചേർത്ത് പിടിക്കുന്ന കിഴക്കൊമ്പിലെ യുവ കർഷകൻ ശ്രദ്ധേയനാകുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകൻ ബിനീഷ് കെ തുളസീദാസ് 6 വർഷമായി കിഴക്കൊമ്പ് ഉള്ളാമ്പാടം പാടശേഖരത്ത് കൃഷി ചെയ്തു വരികയാണ്. കൊടും ചൂടിലും തളരാതെ കൃഷിയെ ചേർത്ത് പിടിച്ച കിഴക്കൊമ്പിലെ യുവ കർഷകനും സജീവ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകനുമായ ബിനീഷ് കെ തുളസീദാസ് കഴിഞ്ഞ 6 വർഷക്കാലമായി കിഴക്കൊമ്പ് ഉള്ളാമ്പടം പാടശേഖരത്ത് കൃഷി ചെയ്യുകയാണ്. വർഷങ്ങളായി തരിച്ചുകിടന്ന കിഴക്കൊമ്പ് ഉള്ളാമ്പടം പാടശേഖരത്തിലെ 80 സെന്റ് സ്ഥലത്താണ് ബിനീഷ് ആദ്യം കൃഷി ആരംഭിക്കുന്നത്. പ്രധാനമായും പയർ കൃഷിയാണ് ചെയ്യുന്നത്. ഇതോടൊപ്പം വെണ്ട, വെള്ളരി, തണ്ണിമത്തൻ, ചീര, ചീനി, കപ്പ, കാച്ചിൽ, ചൊരിക്ക എന്നിവയുമുണ്ട്. ഇതുകൂടാതെ വാഴ കൃഷിയും പൈനാപ്പിൾ കൃഷിയുമുണ്ട്. സർക്കാർ ജോലിയുള്ള ബിനീഷ് ഇന്ന് നാടറിയുന്ന നല്ലൊരു കർഷകനായി മാറി. ജോലി തിരക്കുകൾക്കിടയിൽ കിട്ടുന്ന സമയങ്ങളിലാണ് ബിനീഷ് കൃഷികാര്യങ്ങൾ ചെയ്യുന്നത്. 2 അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് നമുക്ക് ജോലി കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അവർക്ക് 365 ദിവസവും നമ്മൾ ജോലി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ ഒരു ജീവിതമാർഗവും കൂടിയാണ് ഇത്. അതുകൊണ്ട് നമുക്ക് അവർക്ക് വേണ്ടി കൂടി ആയതുകൊണ്ട് നമ്മളിപ്പോൾ ഏകദേശം ഒരു 5-6 ഏക്കർ സ്ഥലത്തോളം പല പല കൃഷികളായി ചെയ്തു വരുന്നുണ്ട്. ജനങ്ങളുടെ നല്ല സപ്പോർട്ടുണ്ട്. വാങ്ങിച്ചിട്ടുമുണ്ട്. പയറായിരുന്നു മെയിൻ. വേനൽക്കാലത്ത് പയറായിരുന്നു മെയിൻ. കഴിഞ്ഞ വർഷം 5 ടൺ പയർ അടുത്ത് ഉൽപ്പാദിപ്പിച്ചായിരുന്നു. ഇപ്രാവശ്യം കാലാവസ്ഥയുടെ വ്യതിയാനം ശരിക്കും ബാധിച്ചിട്ടുണ്ട്. ഈ ചൂട് കൂടുതലായതുകൊണ്ട് പയറിന് പൂ കുറവായിരുന്നു, കായഫലം കുറവായിരുന്നു. അതുപോലെ ഈ പെട്രോൾ വാങ്ങിച്ചാണ് നമ്മൾ നനയ്ക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളൊരു പ്രോബ്ലം എന്ന് പറയുമ്പോൾ നമുക്ക് പെട്രോള് കുപ്പിക്കകത്തോ ക്യാൻ്റെ അകത്തൊന്നും കിട്ടാത്ത സാഹചര്യമാണ് പമ്പുകളിൽ നിന്ന്. വണ്ടിക്കകത്ത് ബൈക്കിൻ്റെ അകത്തൊക്കെ അടിച്ചുകൊണ്ട് വന്നിട്ട് നമ്മൾ പിന്നെ ചേഞ്ച് ചെയ്തെടുക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് കൊണ്ടുപോകുന്നത്. കാരണം ഇപ്പോൾ മോട്ടർ നമുക്ക് ഒരിക്കലും പമ്പിൽ കൊണ്ട് പെട്രോൾ അടിച്ച് കൊണ്ടുവരാൻ പറ്റില്ലല്ലോ. പക്ഷേ പമ്പുകാരോട് പറയുമ്പോൾ അവർ പറയണേ അവരുടെ റൂൾസാണ്, അത് കൊടുക്കാൻ പറ്റില്ല. ശരിക്കും കൃഷിക്കാരനെ വെട്ടിലാക്കുന്ന ഒരു രീതിയാണ്. അതിനകത്ത് സർക്കാരിൻ്റെ രീതിയിൽ ഒരു ഇടപെടലുണ്ടാവണം. ഈ കൃഷി ചെയ്യുന്നവർക്ക് ജനറേറ്ററിനോ മോട്ടറിനോ ഒക്കെ പെട്രോൾ വാങ്ങണമെങ്കിൽ അതിനൊരു പെർമിഷൻ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണം. പുതിയ തലമുറയിൽ ആൾക്കാരും കൂടി കൃഷിയിലേക്ക് വരണമെന്നാണ് എൻ്റെ ആഗ്രഹം. പിന്നെ സർക്കാരിൻ്റെ ആനുകൂല്യം കഴിഞ്ഞ പ്രാവശ്യം കൂത്താട്ടുകുളം നഗരസഭയിലെ യുവ കർഷകനായിട്ട് എന്നെ തിരഞ്ഞെടുക്കുകയുണ്ടായി. അതാണ് സർക്കാരിൻ്റെ ഒരു അംഗീകാരം തേടിയെത്തിയത്. പക്ഷേ ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് എല്ലാവരുടെ ഭാഗത്തും നല്ല സപ്പോർട്ടാണ്. അതുകൊണ്ട് തന്നെയാണ് കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്നും നല്ല സപ്പോർട്ടുണ്ട്. അതുകൊണ്ട് നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്. കിഴക്കൊമ്പ് പാടശേഖരത്തിലെ കൃഷിക്ക് പുറമെ മറ്റ് പാട്ടത്തിനെടുത്ത സ്ഥലങ്ങളിലും ബിനീഷ് കൃഷി ചെയ്യുന്നുണ്ട്. മുൻപ് പരീക്ഷണാർത്ഥം ഇവിടെ ചോളം കൃഷി ചെയ്തിരുന്നു. ഉദ്ദേശിച്ച ഫലം ലഭിക്കാത്തതിനാൽ ഇക്കുറി കൃഷിയിടത്തിൽ വിവിധ ഇനം തണ്ണിമത്തൻ കൃഷി ചെയ്തിരിക്കുകയാണ്. ഭാര്യ സുജിതയും കൃഷിയിടത്തിൽ ബിനീഷിനെ സഹായിക്കുന്നുണ്ട്. ആഴ്ചയിൽ 500 കിലോയിലധികം പയർ വിളവെടുക്കും. പുതിയ തലമുറയ്ക്ക് കൃഷിയെക്കുറിച്ച് അറിവ് കുറവായ സാഹചര്യത്തിൽ കൃഷി ഒരു പാഠ്യപദ്ധതിയായി തന്നെ സർക്കാർ കൊണ്ടുവരണമെന്ന് ബിനീഷ് പറഞ്ഞു. കൃഷി ഒരു പാഠ്യപദ്ധതിയായി തന്നെ സർക്കാർ കൊണ്ടുവരണം. കാരണം പുതിയ തലമുറയ്ക്ക് കൃഷിയെക്കുറിച്ച് വലിയ അറിവില്ല. അപ്പോൾ നമുക്ക് ഇനി വരാൻ പോകുന്ന ഭക്ഷണത്തിന് വേണ്ടി യുദ്ധമായിരിക്കും. കാരണം സാമ്പത്തികം മാത്രമുണ്ടോ എന്ന് പറഞ്ഞില്ല, കാർഷിക ഉൽപ്പന്നങ്ങളുടെ കൂടി വിപണിയിൽ പ്രൊഡ്യൂസ് ചെയ്ത് ഇറക്കാൻ സാധിച്ചാൽ മാത്രമാണ് നമുക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതുപോലെ ഈ കിഴക്കൊമ്പ് പാടശേഖര സമിതിയുടെ പ്രസിഡന്റാണ് ഞാൻ. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് 2 ടൺ നെല്ലും കൂടി ഞാൻ പ്രൊഡ്യൂസ് ചെയ്തു. ഇപ്പോൾ അടുത്ത് വർഷങ്ങളായിട്ട് നേരത്തേക്കും കൃഷി ചെയ്യാതെ കിടക്കുകയായിരുന്നു. പക്ഷേ എല്ലാവരും കൂടി സഹകരിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പാടശേഖര സമിതിയുടെ പ്രസിഡന്റായി വന്ന സാഹചര്യത്തിൽ എല്ലാവരും കൂടി പൂർണ്ണമായി ഏകദേശം നമുക്ക് കൃഷി ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടുത്തെ ചിറയുടെയും തോടിൻ്റെയൊക്കെ നവീകരണം വേണ്ട രീതിയിൽ സർക്കാർ ചെയ്യാറില്ല. അതുകൊണ്ട് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് വെള്ളം കയറി വരാറില്ല. അതാണ് കാരണം. എസ്റ്റിമേറ്റ് ചിറ നവീകരണത്തിനെല്ലാം ഇവിടുത്തെ സർക്കാരിലേക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതിന് വ്യക്തമായ രീതിയിലൊരു ഫോളോ അപ്പ് ജനപ്രതിനിധികൾ നടത്തണം. കർഷകർക്ക് വേണ്ട സൗകര്യങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് കൂടുതലായി ചെയ്തു കൊടുക്കണം. തദ്ദേശ സ്ഥാപനങ്ങളായാലും അതുപോലെ MLA-മാരായാലും അതുപോലെ ബന്ധപ്പെട്ട അധികാരികളായാലും ഉദ്യോഗസ്ഥരായാലും വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് കൃഷി മറ്റുള്ളൊരു ബിസിനസ്സിനെ പോലെ അത്ര ലാഭകരമല്ല. പക്ഷേ വേറൊരു ബിസിനസ്സിനെ അപേക്ഷിച്ച് കൃഷിയിൽ നിന്ന് കിട്ടുന്ന സന്തോഷം വേറൊരു ബിസിനസ്സിൽ നമുക്ക് കിട്ടില്ല. കർഷകർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കാൻ ജനപ്രതിനിധികളും സർക്കാരും തയ്യാറാകണമെന്നും ബിനീഷ് പറഞ്ഞു.
ഇവിടുത്തെ ചിറയുടെയും തോടിൻ്റെയൊക്കെ നവീകരണം വേണ്ട രീതിയിൽ സർക്കാർ ചെയ്യാറില്ല. അതുകൊണ്ട് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് വെള്ളം കയറി വരാറില്ല. അതാണ് കാരണം. എസ്റ്റിമേറ്റ് ചിറ നവീകരണത്തിനെല്ലാം ഇവിടുത്തെ സർക്കാരിലേക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതിന് വ്യക്തമായ രീതിയിലൊരു ഫോളോ അപ്പ് ജനപ്രതിനിധികൾ നടത്തണം. കർഷകർക്ക് വേണ്ട സൗകര്യങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് കൂടുതലായി ചെയ്തു കൊടുക്കണം. തദ്ദേശ സ്ഥാപനങ്ങളായാലും അതുപോലെ MLA-മാരായാലും അതുപോലെ ബന്ധപ്പെട്ട അധികാരികളായാലും ഉദ്യോഗസ്ഥരായാലും വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് കൃഷി മറ്റുള്ളൊരു ബിസിനസ്സിനെ പോലെ അത്ര ലാഭകരമല്ല. പക്ഷേ വേറൊരു ബിസിനസ്സിനെ അപേക്ഷിച്ച് കൃഷിയിൽ നിന്ന് കിട്ടുന്ന സന്തോഷം വേറൊരു ബിസിനസ്സിൽ നിന്ന് നമുക്ക് കിട്ടില്ല. MVP പ്രോജക്റ്റിന്റെ ഭാഗമായി മലങ്കരയിൽ നിന്നും എത്തുന്ന വെള്ളം സദാസമയവും കൃഷിയിടങ്ങളിലേക്ക് എത്തുന്നതിനാൽ ഇവിടെ 100 മേനി വിളവാണുള്ളത്. അത്യാവശ്യ ഘട്ടങ്ങളിൽ ഉപയോഗിക്കുവാൻ കൃഷിയിടത്തിൽ ചെറിയ കുളവുമുണ്ട്. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.